മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാവുന്നു. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനു ശേഷം നിരവധി വലിയ അപകടങ്ങളാണ് ഈ പാതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടൂർ മുതൽ തൂത വരെയുള്ള ഭാഗങ്ങളിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അമിത വേഗതയും സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവുമാണ് പ്രധാനമായും വില്ലനാകുന്നത്. പാതയിലെ പ്രധാന അപകട മേഖലകളായ അടയ്ക്കാപുത്തൂർ ജംഗ്ഷൻ, കുളക്കാട് വളവ്, തിരുവാഴിയോട് ഇറക്കം, പുഞ്ചപ്പാടം വളവ്, പുഞ്ചപ്പാടം സെന്റർ, കടമ്പഴിപ്പുറ ഹൈസ്കൂൾ വളവ് എന്നിവിടങ്ങളിൽ നിരന്തരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുൻപ് തിരുവാഴിയോട് ഇറക്കത്തിൽ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 2025 ഏപ്രിൽ 17 പുലർച്ചെ അടയ്ക്കാപുത്തൂർ സെന്ററിലെ ഡേ നൈറ്റ് ഹോട്ടലിന് മുന്നിൽ കുഞ്ഞുങ്ങളുമായി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം തെറ്റി മറിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരുന്ന 5 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ മലപ്പുറം തിരൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. മറ്റൊരു പ്രധാന ബ്ലാക്ക് സ്പോട്ടായ കുളക്കാട് കള്ളുഷാപ്പ് വളവിൽ കഴിഞ്ഞ വർഷം ജൂലൈ 24 ബസും ബൈക്കും കൂട്ടിയിടിച്ച് മാങ്ങോട് കരിമ്പൻചോല സ്വദേശി മരിച്ചു. തുടർന്നും ഇവിടെ അപകടങ്ങൾ ഒഴിയുന്നില്ല. 2025 ഓഗസ്റ്റിൽ മുളകു കയറ്റി വന്ന ചരക്ക് ലോറിയും മെയ് മാസം 8 ലോറിയും ഇന്നോവയും തമ്മിലും മെയ് 28 ടൂറിസ്റ്റ് ബസും പിക്കപ്പും തമ്മിലും ഇവിടെ അപകടമുണ്ടായി. ഈ മാസം 12 കോയമ്പത്തൂരിൽ നിന്ന് ചേനയുമായി വന്ന ലോറി ഇതേ വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരുന്നു. പുഞ്ചപ്പാടം വളവിൽ മതിയായ സൂചനാ ബോർഡുകളോ സ്പീഡ് ബ്രേക്കുകളോ ഇല്ല. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇവിടെ ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞിരുന്നു. പുഞ്ചപ്പാടം സെന്ററിൽ ഞായറാഴ്ച രാത്രി 9 മണിയോടെ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചു. 2 ആഴ്ച മുൻപ് ഇതേ സ്ഥലത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ വ്യക്തി ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്താത്തതിനാൽ രാത്രികാലങ്ങളിലെ വെളിച്ചക്കുറവും ഇവിടെ അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന കടമ്പഴിപ്പുറ ഹൈസ്കൂൾ വളവും ഭീതിയിലാണ്. മുൻപ് ചകിരി ലോറിയും മറ്റൊരു ചരക്കു ലോറിയും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. മാർച്ച് 26 വൈകുന്നേരം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി തിരുവിഴാംകുന്ന് സ്വദേശി വിഷ്ണുവിന്റെ ജീവനും നഷ്ടമായി. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം, സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവം, പ്രധാന കവലകളിൽ സീബ്ര ലൈനുകൾ ഇല്ലാത്തത്, പൂർത്തിയാകാത്ത ഡിവൈഡർ പണികൾ, രാത്രിയിലെ വെളിച്ചക്കുറവ് എന്നിവയ്ക്കൊപ്പം വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. മരണങ്ങള് നിത്യ സംഭവമായിരിക്കുകയാണ്. ഇന്നലത്തെ അപകടം വളരെ ഖേദമാണ്. വളരെ ഒരു സമയം വല്ലാതൊന്നും അഴിയില്ല, എന്നാലും ആ സമയത്തുള്ള മരണം വളരെ ഖേദകരമാണ്. ഇതുപോലെ പുഞ്ചപ്പാടം വളവ്, സ്കൂള്, പുഞ്ചപ്പാടം 19 ഹൈസ്കൂള്, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ അപകട മേഖലകളാണ്. അത് വേണ്ട പോലെ ശ്രദ്ധിച്ച് ഇതിൻ്റെ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉൾപ്രദേശങ്ങളിൽ നിന്നും പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്ന റോഡുകളിൽ ഹമ്പുകൾ സ്ഥാപിക്കാത്തതും തിരിച്ചടിയാണ്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ഈ മരണപാതയിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇനിയും മനുഷ്യജീവനുകൾ ഈ റോഡിൽ ഹോമിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CCN കടമ്പഴിപ്പുറം.